കുടിശ്ശികയൊക്കെ തിരിച്ചുപിടിക്കാൻ രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ KSEB. അതിപ്പം എവിടെയാണെങ്കിലും ആര് ബില്ലടച്ചില്ലെങ്കിലും അവിടുത്തെ ഫ്യൂസ് വരുന്ന രീതിയിലേക്കുള്ള നടപടികളൊക്കെ KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ നമ്മൾ എറണാകുളത്ത് കണ്ടത്. കളക്ടറേറ്റിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. KSEB അധികൃതരെത്തിയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. കളക്ടർ KSEB അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി. എല്ലാത്തിനും സപ്ലൈ ഓക്കെ ആക്കി. എത്രയാണ് ഇന്നലെ കട്ട് ചെയ്തിരുന്നത്? ഇന്നലെ 13 എണ്ണം കട്ട് ചെയ്തിരുന്നു. 13 ഇപ്പൊ സപ്ലൈ ഓക്കെ ആക്കി. മുഴുവൻ പേയ്മെന്റും അടയ്ക്കാൻ കളക്ടറുമായിട്ടുള്ള ഇതിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും മുഴുവൻ ഫ്യൂസും ഇപ്പോ ഓണാക്കിയിട്ടുണ്ട്. മുഴുവൻ ഫ്യൂസ് ഇപ്പോൾ ഓണാക്കിയത്. കുടിശ്ശിക പൂർണ്ണമായി അടച്ചതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ പ്രകാരമാണ് ഇപ്പോൾ. മാർച്ച് 31-നകം കുടിശ്ശിക അടച്ചു തീർക്കാനാണ് തീരുമാനമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഓരോ വകുപ്പുകൾക്കും ഓരോ കണക്ഷൻ എന്ന നിലയിൽ വയറിംഗ് നടത്തുമെന്നും കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ഈ ജില്ലാ ഓഫീസേഴ്സ് എല്ലാവരും അവരുടെ ഡയറക്ടറേറ്റ്സ് എല്ലാം ബന്ധപ്പെട്ട് പെൻഡിങ് ഡ്യൂസ് ഉടനെ തന്നെ ക്ലിയർ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തണം. അതിനൊരു അണ്ടർടേക്കിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 9 മണിക്ക് റെസ്യൂം ചെയ്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻസ്. അടയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും. ഓൾറെഡി 2 ഓഫീസ് അടച്ചു എന്നാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KSEB എന്നോട് പറഞ്ഞത്. സോ അങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് അത്. സോ ഹോപ്പ്ഫുള്ളി തിങ്സ് ആർ ബാക്ക് ടു നോർമൽ. രാഗിൻ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകും. രാഗിൻ, ഒടുവിൽ ഊരിയ ഫ്യൂസ് തിരിച്ചു കുത്തിയിട്ടുണ്ടല്ലേ KSEB? അതെ, അതായത് കുടിശ്ശിക അടയ്ക്കാത്തതുകൊണ്ട് വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്യുന്ന കാഴ്ച കണ്ടു. അത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം ഇന്ന് കളക്ടർ അടക്കം ഇടപെട്ടുകൊണ്ട് അതിപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് KSEB. ഈ സംഭവം പറയുമ്പോഴാണ് മറ്റൊരു കെടുകാര്യസ്ഥതയുടെ കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഈ കാണുന്നത് കളക്ടറേറ്റ്, എറണാകുളം കളക്ടറേറ്റിന് മുകളിൽ വച്ചിട്ടുള്ള സോളാർ പാനലുകളാണ്. അങ്ങനെ വ്യാപകമായി സോളാർ പാനൽ വെച്ചിരുന്നു. 2016 വലിയ തോതിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ സോളാർ പാനൽ വെച്ചത്. അന്ന് പറഞ്ഞിരുന്നത് ഈ കളക്ടറേറ്റിന് വേണ്ടിയിട്ടുള്ള വൈദ്യുതി ഇതിൽ നിന്നുണ്ടാക്കും, അതോടൊപ്പം തന്നെ അത് മറ്റ് കേന്ദ്ര പൂളിലേക്ക് കൊടുക്കും, പുറത്തേക്കും നൽകും എന്നതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു വലിയ സംഭവമായി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. 2016 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് കൊണ്ടുവന്ന പദ്ധതിയാണിത്. പക്ഷേ ഈ പദ്ധതി ഇന്ന് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ശോച്യാവസ്ഥ നടുവിലാണ്, ഉപയോഗശൂന്യമായി തന്നെ ഇരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയാം. നമ്മളതിന്ന് കളക്ടറോടും ചോദിച്ചിരുന്നു. അക്കാര്യം പരിശോധിക്കുമെന്നാണ് കളക്ടറും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ കെട്ടിടത്തിന് മുകളിൽ തന്നെ ഈ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച് സ്വന്തം നിലയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്കുകൂട്ടലിലൊക്കെ വലിയ പദ്ധതി ആവിഷ്കരിച്ച് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയ കളക്ടറേറ്റ് ആണ്. ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല അത് ശോച്യാവസ്ഥയിലായി കിടക്കുന്നു. എന്നിട്ട് കുടിശ്ശിക അടയ്ക്കാത്തത് കൊണ്ട് KSEB വന്ന് ഈ കറണ്ട് കട്ട് ചെയ്യുന്നു എന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം കെടുകാര്യസ്ഥതയും എത്രത്തോളം അനാസ്ഥയുമാണ് നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം, ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സോളാർ പാനലുകൾ. കാരണം ഇത്രയധികം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ്, അതാണ് ഈ നിലയിൽ കിടക്കുന്നത്. ഇതിൻ്റെ അറ്റകുറ്റപ്പണി ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇനി അറ്റകുറ്റപ്പണി നടത്തുന്നതിനേക്കാൾ നല്ലത് പുതിയ ഇതേ രീതിയിൽ 1.5 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിക്കുന്നതായിരിക്കും. എന്തായാലും ഇത്തരത്തിൽ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നു എന്ന കാര്യവും കൂടി ഇപ്പോൾ ഈ കുടിശ്ശിക അടയ്ക്കാത്തത് കൊണ്ട് വൈദ്യുതി കട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ഉയർന്നു വന്ന വാർത്തകളാണ്. അതാണ് നമുക്ക് പ്രേക്ഷകരെ ഇപ്പോൾ അറിയിക്കാനുള്ളത്. എന്തായാലും കണ്ടില്ലേ, ഈ കേബിളൊക്കെ തന്നെ നിലത്ത് കിടക്കുന്നു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ തരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സ്വന്തം നിലയിൽ ഈ വൈദ്യുതി കിട്ടിയിരുന്നെങ്കിൽ ആ നിലയിൽ ഒരു സ്വയം പര്യാപ്തത നേടാമായിരുന്നു. അതുണ്ടായില്ല. KSEBിൽ നിന്ന് വാങ്ങിച്ച വൈദ്യുതിക്ക് കുടിശ്ശിക അടച്ചിട്ടുമില്ല. അങ്ങനെ ആകെ ഒരു തരത്തിൽ തന്നെ കിടക്കുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സംഭവം സോളാർ പ്ലാന്റ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഒന്നിനുമല്ലാത്ത രീതിയിൽ 1.5 കോടി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ, ഈ ഒരു പദ്ധതി ഇതിലായത് അവിടെയുള്ള ആരും അറിയുന്നില്ലേ? ഒരു ഇടപെടലും അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലേ രാഗിൻ? ഒരു നടപടിയും കാര്യമായി തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മൾ കളക്ടറോട് ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അത് അനർട്ടുമായി സംസാരിച്ച് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ധാരണയാക്കാമെന്നാണ് കളക്ടർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് ഉയർന്നു വന്നത് ഈ കുടിശ്ശിക അടയ്ക്കാത്തതുകൊണ്ട് വൈദ്യുതി കട്ട് ചെയ്യുമ്പോഴാണ്. അതായത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി ആ പൈസ അടയ്ക്കാത്തത് കൊണ്ട് വൈദ്യുതി കട്ട് ചെയ്യുന്നു. സ്വന്തം നിലയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വസ്തുക്കൾ കാര്യങ്ങളൊക്കെ തന്നെ ഈ കെട്ടിടത്തിന് മുകളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. അത് അതേ രീതിയിൽ പൊടി പിടിച്ച് വേറെ രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇവിടുത്തെ ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത്. ഈ സോളാർ പാനലുകളൊക്കെ തന്നെ
ശോചിയാവസ്ഥയിലായി ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ തന്നെ കിടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിലയിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതി കൃത്യമായി പണം അടയ്ക്കാനും കഴിയുന്നില്ല. അതായത് ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരിയാണ് അദ്ദേഹം, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കളക്ടറേറ്റിൽ തന്നെ ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമ്പോൾ നോക്കാമെന്നുള്ളൊരു മറുപടിയൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മതിയോ? എങ്ങനെയാണ് അതിലൊരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ ഇത് അവിടെ ഉള്ള കാര്യം അദ്ദേഹത്തിന് അറിയുമോ? ഇത് ഇവിടെ ഉള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. ശോചിയാവസ്ഥയിലല്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അതെ എന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ഇക്കാര്യം അനർട്ടുമാക്കിയായി സംസാരിച്ച് അത് പരിശോധിക്കാമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 2016 ഇത് വന്നത്. അതിനുശേഷം കളക്ടർമാർ മാറി മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലേക്കൊന്നും ഈ തുടക്കത്തിൽ കാണുന്ന ശുഷ്കാന്തിയോ ഒന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. അതായത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുറത്തു നിന്ന് KSEBിയിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നു. 5 മാസമായി ബില്ലടച്ചിട്ടില്ല. 52 ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ട്. അത് കുടിശ്ശികയായി പലതവണ ഈ കാര്യങ്ങൾ വന്നു. അതുകൊണ്ട് അവർ അത് കട്ട് ചെയ്തു. ഇന്നലെ വലിയ ദുരിതമായിരുന്നു ഇവിടെ. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിന് മുകളിൽ ഇതേ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന സോളാർ പ്ലാന്റുകൾ ഇത് ഉപയോഗപ്രദമായ അല്ലാത്ത രീതിയിൽ കിടക്കുന്നത്. അതായത് സ്വന്തം നിലയിൽ ഇത് ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്നില്ല, പുറത്തുനിന്ന് മേടിച്ച വൈദ്യുതിക്ക് പൈസ കൊടുക്കാനും കഴിയില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരു ജില്ലാ ഭരണകൂടത്തിന്റെ മുകളിലത്തെ കാഴ്ചയാണിത്. ആ അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. പിന്നെ എങ്ങനെ സ്വന്തം കാര്യം പോലും കൃത്യമായി നോക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് സേവനങ്ങൾക്ക് കൃത്യമായി ചെയ്തു കൊടുക്കുക എന്നത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം. അങ്ങനെ കൃത്യമായിട്ടുള്ള സേവനങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന പരാതികളും ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇവിടുത്തെ 2016 ഈ പ്ലാന്റ് അവിടെ സ്ഥാപിച്ചെന്നുള്ള കാര്യം അറിയുന്നു. എത്ര കാലം ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്? എപ്പോഴാണ് ഇങ്ങനെ നിലയ്ക്കുകയും ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പ്ലാന്റ് കടക്കുകയും ഒക്കെ ചെയ്തത്? ഏത് സമയത്താണ് ഇങ്ങനെ പൂർണ്ണമായും ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് ആയത്? എപ്പോഴാണ്? കുറച്ചു കാലമൊക്കെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായി. ഇപ്പോൾ ഇത് അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ഇത് സ്ഥാപിച്ച തുകയേക്കാൾ കൂടുതൽ തുക വേണ്ടിവരും. അതുകൊണ്ട് പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരം സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ട്. എന്തായാലും കളക്ടർ ഇപ്പോൾ പറയുന്നത് ശോചിയാവസ്ഥയിലല്ലേ എന്ന ചോദ്യത്തിന് ശോചിയാവസ്ഥയിലാണെന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി പരിശോധിച്ചാൽ പോലും ഇത് നേരെയാക്കണമെങ്കിൽ നേരത്തെ ഇത് സ്ഥാപിക്കാനെടുത്ത തുകയേക്കാൾ വലിയ തുക ആവശ്യമായി വരും. അപ്പോൾ പിന്നെ ഇതെന്ത് ചെയ്യാൻ കഴിയും എന്നത് മറ്റൊരു ചോദ്യം. എന്തായാലും ഇവിടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ച വൈദ്യുതി അതിനുശേഷം ബാക്കി വരുന്നത് പുറത്തു കൊടുക്കും എന്നൊക്കെയുള്ള വലിയ മനക്കോട്ടകൾ കെട്ടി കാര്യങ്ങൾ നീക്കിയതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഫണ്ട് ചെലവഴിച്ച് ഇക്കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള ഫണ്ടുകൾ പലയിടങ്ങളിലും, ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഇങ്ങനെ ഇതായി കടന്നു പോവുകയാണ്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നത് ഈ കുടിശ്ശിക അടയ്ക്കാത്തതുകൊണ്ട് KSEB ഈ ഫ്യൂസ് ഊരുന്ന അവസ്ഥ എത്തിയുമ്പോഴാണ് ഇത്തരമൊരു വലിയ പാതകത്തിൻ്റെ വാർത്ത കൂടി നമുക്ക് കാണിക്കേണ്ടി വരുന്നത്.